നല്ല പപ്പട വട കഴിക്കണ പോലെ കറി മുഴുന്നുണ്ട് പുറത്ത്. ഉള്ളിൽ അതിൻ്റെ സോഫ്റ്റും ജ്യൂസി ആയിട്ടുള്ള എൻ്റെ അമ്മയുടെ മനസ്സറിയുന്ന പോലെ ഫ്ലെക്സ് വന്ന പോലെ ഇതാ കൂന്തലിൻ്റെ രുചിയും മസാലയുടെ ടേസ്റ്റും. 1% ഗ്രേവി കൂടുതലും ഇല്ല കുറവുമില്ല. ഇങ്ങനെ പുരണ്ട് എന്താ പറയുക, പുരണ്ടു എന്നാണ് പെരണ്ടു എന്നാണ്. എന്താണ് ഈ സംഭവം? എന്താ മണം മാത്രം മതി വയറ് നിറയാൻ. ഇപ്പം നമ്മളൊരു 50 ഫീറ്റ് ഹൈറ്റിലാണ് കേട്ടോ. ഓട്ടോമാറ്റിക് നയ്യേ. അയ്യോ, എൻ്റെ വിചാരം വെറുതെ കയറി ഇരുന്നാൽ സൈക്കിൾ പോകുന്നത്. അങ്ങനെയല്ല, ചവിട്ടുന്നത്. അവിടെ കായല്, ഫ്രണ്ടില് കടല്, ഒന്നാമത്തെ കിടിലൻ ലൊക്കേഷൻ. എനിക്ക് ഇന്ന് നമ്മളെ എവിടെയാണെന്നറിയോ? ഇന്ദ്രിയ സയൻസ് ചെറായി അടുത്ത് കുറുപ്പള്ളി എന്നുള്ള സ്ഥലത്താണ്. സാധാരണ റിസോർട്ട്സിൽ പോയാൽ അവിടുത്തെ ഒരു വൈബ് മാത്രമാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക. ഇവിടെ അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഏറ്റവും വലിയ വൈബ് എന്താണെന്നറിയോ? അസൽ തീറ്റ, അതും മീനിൻ്റെ ഏറ്റവും പുത്തൻ രുചികൾ. നോക്ക്, ചെമ്മീൻ കെട്ടും മീൻ കെട്ടും ഒക്കെ കണ്ടോ? അവിടെ വളർത്തുന്ന മീനുകൾ നമ്മുടെ മുമ്പിൽ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള പോലെ പിടിച്ച് നമുക്ക് വേണേൽ പിടിക്കാം. എന്നിട്ട് ഇവർ അടിപൊളിയായിട്ടുള്ള നാടൻ ശൈലിയിൽ വെച്ച് തരികയാണ്. കൂന്തലും വലിയ പ്രോൺസുമാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചേച്ചിയുടെ പേരെന്തായിരുന്നു? ഗീത. നമ്മുടെ ഗീത ചേച്ചിയാണ് ഇവിടുത്തെ എന്താ പറയുക മിന്നുന്ന താരം. നാടനും വിദേശിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നിങ്ങളുടെ രുചിമുകളങ്ങളെ ഉണർത്താനുള്ളൊരു താരമാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ സ്പെഷ്യൽ ബാറ്ററാണ്. അളവൊന്നുമില്ല, നിങ്ങൾ സൗകര്യം പോലെ ഏനം പോലെ അങ്ങനെ ചെയ്തോണം. അതന്നെ. അപ്പൊ കോൺഫ്ലോർ ഉണ്ട്, ഒരല്പം മൈദ ഉണ്ട് അല്ലേ ചേച്ചി? കുരുമുളക്, കുറച്ച് ഒരു റൈസ് പൗഡർ ഉണ്ട്. അത് നമുക്കറിയാലോ, ഒരു ക്രക്ക് ഫീൽ വരുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുരുമുളക് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് അല്ലേ ചേച്ചി? അപ്പൊ നമ്മുടെ കൂന്തൽ നല്ല കഴുകി വൃത്തിയാക്കി വെളുത്ത ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ച് നല്ല കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. കൂന്തലിനും നമ്മുടെ ചെമ്മീനും വളരെ കുറച്ച് വേവേ ഉള്ളൂ അല്ലേ? അപ്പോൾ പലതരത്തിലുള്ള റെസിപ്പീസ് നമ്മൾ ഇതുകൊണ്ട് ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് ഇപ്പം കാണാം. ഇത് 31 കെട്ടെന്ന് പറയൂ കേട്ടോ. ഇങ്ങനെ ചെമ്മീൻ കെട്ടാണ്. ചെമ്മീനും കരിമീനും ഒക്കെ ഉണ്ട് അല്ലേ? എല്ലാ തരത്തിലുള്ള. അപ്പൊ എങ്കിലും പോണ്ട, കരിമീൻ ഒക്കെ ഉണ്ട്. ചേച്ചി എന്റെ കൺട്രോള് കളയരുത് കേട്ടാ. ഇത് കഴിയണ വരെ എനിക്കിങ്ങനെ സഹിച്ചു നിൽക്കണം. അപ്പൊ ഇതുപോലെ ഈ കെട്ടുന്ന് പിടിക്കുക, വൃത്തിയാക്കുക, ചേച്ചിയുടെ സ്പെഷ്യൽ മസാല പരട്ടുക, വറക്കുക, അടിക്കുക, എക്സ്പ്ലോർ ചെയ്യുക അല്ലേ ചേച്ചി? ഞാൻ പറയണേ, കൊതി സഹിക്കാൻ മേലെ മണം അടിച്ചിട്ട് ഒരു രക്ഷയില്ല. ഒന്നും KFC ഒക്കെ മാറി നിൽക്കും. പ്രത്യേകിച്ച് വേറെ ഒരു മസാലയില്ല. കുളിര് വരുന്നു. നമ്മുടെ കരിമീനും പിന്നെ ഫിലോപ്പി അല്ലേ? ഇതിനകത്ത് നമ്മുടെ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, വിനാഗിരിയാണ്, നാരങ്ങയല്ല. പിന്നെ ഇത്തിരി ഫിഷ് മസാല. ഇത് ഇത്രയും ചേർത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചു അല്ലേ? പിന്നെ ഞങ്ങൾ വറുത്ത് കോരുകയാണ് അല്ലേ? നല്ല കിഡിലൻ ഞണ്ട് മസാലയുടെ റെസിപ്പി ഇതേ പിടിച്ചോട്ടോ. അതൊന്നും പൊട്ടിക്കില്ല അല്ലേ? കടുക് ഞണ്ടിനിടാറില്ല. എത്ര സവോള കാണും ചേച്ചി? സവോള ഒരു 4-5 സവാള ഒക്കെ ഉണ്ടാവും. കുഞ്ഞായിട്ട് അരിഞ്ഞു. പച്ചമുളക് എത്ര ഉണ്ട്? ഒരു 5-6 ഉണ്ട്. അപ്പൊ ഏകദേശം ഒന്ന് വാടി വന്നു. അപ്പൊ 2 തക്കാളി അങ്ങോട്ട് ചേച്ചി ചേർത്ത് കേട്ടോ. ചേച്ചി എല്ലാ പൊടികളും ഉണ്ട് അല്ലേ? മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടു. ഓക്കെ. പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടു. ഗരം മസാല ഇടൂ അല്ലേ? ഒരു വലിയ ടീസ്പൂൺ ഇട്ടു. സാധാ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ടു. ഇത് കാശ്മീരി. അത് വലിയൊരു നമ്മളൊരു 2 ടീസ്പൂൺ കേട്ടോ. ഫിഷ് മസാല 1 ടേബിൾ സ്പൂൺ ഇട്ടു അല്ലേ? അത്രയല്ലേ ഉള്ളൂ. പൊടികൾ നന്നായിട്ട് മൂത്ത് വന്ന ശേഷം വെള്ളം ഒഴിച്ച് തിള വരുമ്പോൾ വൃത്തിയാക്കി മുറിച്ച ഞണ്ട് ഇട്ട് കൊടുക്കണം. ഏകദേശം 10 മിനിറ്റ് ധാരാളമാണ്. ലാസ്റ്റ് കറിവേപ്പില ഇട്ട് നമുക്ക് ഇറക്കാം. കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സെറ്റ് ആയിരുന്നു അല്ലേ? പോട്ടെ, ഇതാ സംഭവം റെഡിയാണേ. കൊഞ്ച്, കപ്പ, കൂന്തൽ, കരിമീൻ, പിന്നെ ഞണ്ട് റോസ്റ്റ്, പിന്നെ ഇതാ ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, സീ ഫുഡ് സലാഡും ഉണ്ട്. ഇത് വലിയ പ്ലാറ്റർ, ഇത് ചെറിയ പ്ലാറ്റർ. നിങ്ങൾക്ക് ഏതാ വേണ്ട? എനിക്ക് രണ്ടും വേണം. എങ്ങനെ ഉണ്ടാവും? ഇത് 4 പേർക്ക് കഴിക്കാനുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ട വലുത് 7 പേർക്ക് കഴിക്കാനുള്ളതാണ്. 4 പേർക്ക് കഴിക്കാനുള്ള ഒരു പ്ലേറ്റ് അന്നമ്മയുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് അന്നമ്മ കഴിച്ചോ എന്ന് പറഞ്ഞപ്പോൾ അന്നമ്മയ്ക്ക് ഒരു ചെറിയ ചമ്പലുണ്ടോ എന്നൊരു സംശയം.
നമ്മുടെ വീഡിയോ ഒരു സ്ഥിരം കാണുന്നത് കൊണ്ട് ഇതൊക്കെ മൊത്തമായിട്ട് ഞാൻ തട്ടും എന്നാണ് വിചാരം. 4 പേരിൽ 6 പേര് വന്നാലും ഇത് തീരത്തില്ല, അതാണ് അതിൻ്റെ സത്യം. എന്നാൽ പോലും സീ ഫുഡ് ഐറ്റം ആയതുകൊണ്ട് എല്ലാം കുറേശ്ശെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് മാത്രമാണ് ഞാൻ കഴിച്ച് നോക്കി. ഇത് വറുത്ത് കോരുമ്പം നല്ല പപ്പട വട കഴിക്കണ പോലെ കറുമുഴുന്നുണ്ട് പുറത്ത്, ഉള്ളിൽ അതിൻ്റെ സോഫ്റ്റും ജ്യൂസി ആയിട്ടുള്ള. എൻ്റെ അമ്മേ, റെസിപ്പിയുടെ മാത്രമല്ല കേട്ടോ, ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഫിഷിൻ്റെയും കൂടിയാണ് ഈ ടേസ്റ്റ്. അടുത്ത നമ്മുടെ കൂന്തൾ അല്ലെങ്കിൽ സ്കിഡ് എന്നൊക്കെ പറയുന്ന നമ്മുടെ കൂന്തൽ കിട്ടും. എൻ്റെ മേഡം മനസ്സറിയുന്ന പോലെ പ്ലെറ്റ്സ് വന്ന പോലെ ഇതാ കൂന്തലിൻ്റെ രുചിയും മസാലയുടെ ടേസ്റ്റും. കൂന്തൽ ബിരിയാണി വരെ നമ്മൾ നമ്മുടെ ചാനലിൽ വെച്ചിട്ടുണ്ടെങ്കിലും കൂന്തൽ ഫ്രൈ ആദ്യമായിട്ടാണ് കേട്ടോ. അടിപൊളി. 2 ഫ്രൈ ഒക്കെ കഴിച്ചൊരു വിഷമത്തിലിരിക്കുമ്പോൾ പിന്നെ നമുക്ക് ഇതാ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സലാഡ്, പ്രോൺസ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, സോസുകളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് എല്ലാ ടൈപ്പ് വെജിറ്റബിൾസും ഉണ്ട്. തിന്നോട്ടെ കേട്ടോ, പൊളിച്ച്. ഇതിന്റെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ സോസിന്റെ ടേസ്റ്റും ഈ ഫിഷിന്റെ ഒക്കെ ടേസ്റ്റും പിന്നെ ആ ഫിഷിന്റെ ആ ഗ്രേവിയും ആ എസൻസും എല്ലാം കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങിയിട്ടേ അമ്മോ അഡിക്റ്റഡ്. ടക്കേന്നിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ റോസ്റ്റ്. 1% ഗ്രേവി കൂടുതലും ഇല്ല, കുറവുമില്ല. ഇങ്ങനെ പുരണ്ട് എന്താ പറയാ, പുരണ്ടു എന്നാണ് പെരണ്ടു എന്നാണ്. എന്താണ് ഈ സംഭവം? എന്താ മണം മാത്രം മതി വയറ് നിറയാൻ. തിന്നോട്ടെ. മസാല പൊളി. പലരും പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോഴേ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോൾ ആ മസാലയുടെ ടേസ്റ്റാണ് കൂടുതൽ നിൽക്കുക. ഇത് മൈൽഡ് ആയിട്ടുള്ള മസാലയും ആ ഫിഷിന്റെ എല്ലാ ടേസ്റ്റും നമ്മുടെ വായിലിങ്ങനെ എത്തുകയാണ് കേട്ടോ. കടല കുറയ്ക്കുമ്പോലെ തിന്നാൻ തോന്നുന്നു. ഇനി നമ്മളുടെ ഫേവറേറ്റ് ഐറ്റം നമ്മുടെ കപ്പ. ചെമ്മീൻ്റെ ഗ്രേവിയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി പിടിച്ചിട്ടുണ്ട്. കപ്പ നമ്മുടെ നാടൻ കപ്പ. അതിലേക്ക് എന്നത് ആദ്യം വെക്കേണ്ടത് നമ്മുടെ ഞണ്ടൻ്റെ മസാല മാത്രം ഇങ്ങനെ ഒന്ന് എടുത്ത് വെച്ച് ഒന്ന് പതുക്കി ഒന്ന് എടുത്ത് അല്പം സ്നേഹത്തോടെ. ഞാൻ ഇതുവരെ തിന്ന ഐറ്റത്തിലുള്ള പ്രത്യേകത ഒന്ന് പറയട്ടെ. 2 ഫ്രൈക്ക് ഒരേ ബാറ്ററാണ്. പുറത്തെ മാത്രമേ ഉള്ളൂ ഒരു ടേസ്റ്റ്, പക്ഷെ അകത്തോട്ട് ചെല്ലുമ്പോൾ കറക്റ്റ് ആ ഫിഷിന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇത് കൂന്തലിനെയും കിട്ടും, ഇത് പ്രോൺസിൻ്റെയും കിട്ടും. പക്ഷെ ഈ മസാല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞണ്ടൻ്റെ മസാല എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഉണ്ടാക്കുന്നത്. എന്ത് വന്നാലും വീട്ടിൽ ട്രൈ ചെയ്യണം. മസാല മാത്രം മതി ഒരു പ്ലേറ്റ് ചോറോ കപ്പയോ ഒക്കെ തിന്നാം. നമ്മളെ മെയിൻ താരം ഇവിടെ ഇരിക്കുകയാണ്, ഞണ്ടൻ. ഇവനെ തിന്നാന്ന് പറഞ്ഞ ഒരല്പം ശരിക്കും 2 4 കൈ വേണം എന്ത് തിന്നാൻ, ഞണ്ട് തിന്നാൻ. അങ്ങനെയുള്ള പാവ അന്നമ്മ ഒറ്റ കൈ കൊണ്ട് തിന്നുകയാണ്. ഇവനെ നമുക്കേ ആയുധമാക്കാനുള്ള സമയമായിട്ടില്ല, സ്റ്റിച്ച് വെട്ടിയിട്ടില്ല. ഓക്കെ. നമ്മുടെ ഞണ്ടനെ ഇങ്ങനെ തുറന്ന് ദശ ഇങ്ങനെ എടുത്ത് വെച്ച് നല്ല ദശയുണ്ട് കേട്ടോ. ഒരുപാട് വലിപ്പമുള്ള ഞണ്ടനേക്കാളും ഒരു മീഡിയം സൈസ് ഞണ്ടാണ് എനിക്കിഷ്ടം കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കപ്പതായി ഇങ്ങനെ എടുത്ത് ഒരു പിടി അങ്ങ് പിടിച്ച് കുഴച്ചുരുട്ടി. അയ്യോ, ദേ ഒരാള് വന്നേക്കുന്നു. കടിച്ച് പറിച്ച് തിന്നാനുള്ളൊരു ഐറ്റം എടുക്കട്ടെ കേട്ടോ. വിദേശികൾ ഈ ഞണ്ടൊക്കെ തിന്നത് ഒരു കുഞ്ഞ് ചുറ്റികയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ ചുറ്റികയും പിക്കാസും ഒക്കെ നമ്മുടെ കൈയും പല്ലും നഖവും ഒക്കെയാണ്. അടുത്ത് നമ്മൾ ഒരുപാട് ദശയുള്ള ഒരു കഷ്ണം എടുത്തു. കൈ ഇങ്ങനെ ഇട്ട് തുഴഞ്ഞ് ദശ ഇങ്ങനെ എടുത്ത് പൊക്കി. സോഫ്റ്റും ടേസ്റ്റും ലൈവായിട്ട് പിടിച്ച് ഫ്രഷ് മസാല ചേർത്ത് ചൂടോടെ വെളിച്ചെണ്ണയിൽ വറുത്ത കോരിയ ഒന്നാം തരം കരിമീൻ. ചൂടോടെയുള്ള കരിമീനാണേ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കരിമീനായതുകൊണ്ട് മുള്ളിൻ്റെ കാര്യത്തിൽ പേടി വേണ്ട. കരിമീനും കപ്പയും എങ്ങനെ ഉണ്ടാവും കോമ്പിനേഷൻ? അത് പൊളിക്കൂലേ. കരിമീൻ മുള്ളില്ലാതെ വലിയൊരു പീസ് ഇങ്ങോട്ട് പൊളിച്ചെടുത്ത് അതിൻ്റെ മുകളിൽ ചെറിയൊരു പീസും കൂടെ വെച്ച് ഒന്ന് കപ്പയിലൊന്ന് ഒതുക്കി ഇങ്ങനെ അങ്ങ് പിടിച്ച് ഉരുട്ടി. എല്ലാം ഉരുട്ടണം, എന്നാലും എനിക്കൊരു സന്തോഷം കേട്ടോ. എന്തിനാ ഉരുട്ടി കളിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല. ഓരോരുത്തർക്കും ഓരോ സന്തോഷമല്ലേ. എനിക്കിതാണ് സന്തോഷം. എന്നിട്ട് എങ്ങോട്ട് നോക്കാതെ കെട്ടിന്ന് ഇപ്പം പിടിച്ചെടുത്ത കരിമീൻ ലൈവായിട്ട് വറുത്ത് ചൂടോടെ തിന്നാൻ രക്ഷയില്ല. എല്ലാം ഓരോ വായ ഞാൻ തിന്നിട്ടുള്ളൂ, നിങ്ങൾ കണ്ടല്ലോ. പക്ഷെ എല്ലാം വറുത്തതും നല്ല തിക്ക് ഗ്രേവിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് വയറ് നിറഞ്ഞു. അതുകൊണ്ട് ഞാൻ കുറച്ച്
സലാഡ് കഴിച്ചിട്ട് വയറിനെ ഒന്ന് കൂളാക്കാണ് കേട്ടോ. വയറ് നിറഞ്ഞ് പൊട്ടാറായി. ഇത്ര ഐറ്റത്തിൽ 1, 2, 3, 4, 5, 6, 7 ഐറ്റമുള്ള ഈ ഫിഷ് പ്ലാറ്ററിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഏതാണെന്ന് ചോദിച്ചാൽ ഒട്ടും സംശയമില്ലാതെ പറയാൻ കഴിയും, നമ്മളുടെ ഒന്നാം തരം കൊഞ്ച് ഫ്രൈ. പിന്നെ എനിക്കിഷ്ടമായത് നമ്മുടെ സ്ക്വിഡ് ഫ്രൈ. സ്ക്വിഡ് പലതരത്തിൽ തിന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ടേസ്റ്റ് എവിടെയും ഫീൽ ചെയ്തിട്ടില്ല. ചെമ്മീൻ മസാല നമ്മുടെ ജണ്ടൻ. പിന്നെ ഇതിൻ്റെ അത് ബാക്കി എന്തുള്ളത് ഏറ്റവും ഇഷ്ടമായെന്ന് പറഞ്ഞാൽ 6 ഐറ്റം കാണിച്ചു. പിന്നെ ബാക്കിയുള്ള ആരാന്നറിയോ, നമ്മുടെ പാവം കപ്പ. കൊള്ളാല്ലേ. ഒരു 3-4 മണിക്കൂർ എനിക്ക് തരുവാണെങ്കിൽ ഞാൻ പതുക്കെ ഇരുന്നിട്ട് തിന്നാം. ഒരൈറ്റം തിന്നുക, റിസോർട്ടിൻ്റെ ഒരു 2 ഏക്കർ സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു, മൊത്തം ഓടി വരിക, പിന്നെ അടുത്ത ഐറ്റം തിന്നുക. കാരണം എനിക്കിനി ഒരു ഇഞ്ച് തിന്നാനും പറ്റില്ല, പക്ഷേ അത്രയേറെ രുചിയും അത്രയേറെ കൊതിയും കൊണ്ട് എനിക്കിത് വിടാനും പറ്റില്ല. പക്ഷേ നിവൃത്തിയില്ലല്ലോ, പായ വിരിച്ച് കടന്നല്ലേ. അപ്പോൾ തൽക്കാലം നമുക്ക് ബാക്കി നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവർക്കും കൂടെ നമ്മളിതൊന്ന് ഷെയർ ചെയ്തിട്ട് ബാക്കി ഞാൻ വിശേഷങ്ങളായിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമ്മളൊരു 50 ഫീറ്റ് ഹൈറ്റിലാണ് കേട്ടോ. ഇത് മൊത്തം നമുക്ക് കാണാൻ ഇവിടെ നിന്ന ഒരു വാച്ച് ടവറിൻ്റെ ഫീൽ. നമ്മൾ ആ ഫീലിന് വേണ്ടി വന്നല്ല കേട്ടോ, നമ്മൾ സിപ്പ് ലൈനിൽ പോകാനാണ്. 250 മീറ്ററോളം, 1/4 കിലോമീറ്ററോളം കൈ വിഷയമാണ് എനിക്കറിയാം, പക്ഷെ കൈ പിടിക്കണ്ടെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് പോലാമാ. എവിടെ നോക്കിയാലും പരന്ന് കിടക്കുന്ന നല്ല നീല നിറമുള്ള വെള്ളം, അതിന് മുകളിലൂടെ തെന്നിത്തെറിച്ച് അങ്ങനെ ഒരു യാത്ര. എന്നാ രസമാണ്. അപ്പോൾ അയ്യോ എന്തൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളെ റോപ്പ് വേയിലൊക്കെ പോയിട്ടുണ്ട്, അത് വെറുതെ നമ്മൾ അതിൻ്റെ അകത്ത് ഇരുന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അല്ലേ, അതിലൊരു ത്രില്ലില്ല. साइकिला साइकिल एक हाथ नहीं है, एक हाथ चाहिए इनफ, एक हाथ एक हाथ से आप अगर हैंडल पकड़ के आप कर सकती है तो जाइएगा. ऑटोमेटिक वाला नहीं है. ऑटोमेटिक नहीं है. അയ്യോ എൻ്റെ വിചാരം വെറുതെ കയറി ഇരുന്നാൽ സൈക്കിൾ പോകുന്നത്, അങ്ങനെയല്ല, ചവിട്ടുള്ളത്. നോക്കാം, ശരി ചലേക്കാ. അല്ല എന്നെ മാത്രം കാത്തോണ്ട് ചേട്ടാ ഇത് പറയുന്നില്ലല്ലോ അല്ലേ. കാണുമ്പോൾ റിസ്ക് ആണെന്ന് തോന്നലേ ഉള്ളൂ കേട്ടോ. സേഫാണ് സൈക്ലിങ്, ഒറ്റ കൈ അഭ്യാസമാണല്ലോ. ഇത് കൂടാതെ ഒത്തിരി അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഈ അവസ്ഥയിൽ കയറാൻ പറ്റാത്തത് കൊണ്ട് കാണിക്കാത്തതാണ്. കേരളത്തിൽ മനോഹരമായ ഒത്തിരി റിസോർട്ടുകളുണ്ട് നമുക്ക് അല്ലേ, പക്ഷെ ബീച്ചിന് തൊട്ട് മുമ്പിൽ ഇത്രമാത്രം അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റീസും വാട്ടർ ആക്ടിവിറ്റീസും ഒക്കെ ഉള്ളത് ഇന്ദ്രിയ സാൻഡ്സ് അഡ്വഞ്ചർ പാർക്കിൽ മാത്രമാണ്. സിമ്പിളായിട്ട് പറഞ്ഞാലേ കടലിൻ്റെ വൈബും മനോഹരമായിട്ടുള്ള റിസോർട്ട് ആംബിയൻസും ഏറ്റവും രുചിയുള്ള മീൻ വിഭവങ്ങളും ഒരിക്കലും മറക്കാനാവാത്ത അഡ്വഞ്ചർ പാർക്കിലെ ആക്ടിവിറ്റീസും അതാണ് ഇവിടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാലേ, ഇപ്പോൾ നമുക്ക് റിസോർട്ടിൽ സ്റ്റേ ചെയ്യാതെ തന്നെ ഈ വൈബൊക്കെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. വളരെ ന്യായമായിട്ടുള്ള റേറ്റേ ഉള്ളൂ കേട്ടോ. 2 ഡേ ഔട്ട് പാക്കേജാണ് ഇവിടെ ഉള്ളത്. 10 മുതൽ 3 വരെ, 5 മുതൽ 10 വരെയും. കുറഞ്ഞ ചിലവിൽ ആക്ടിവിറ്റീസും ഫുഡും വൈബും എല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും. മുൻകൂട്ടി ബുക്ക് ചെയ്ത് സീ ഫുഡ് പ്ലാറ്റേഴ്സ് അടക്കം എല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും. ഇതെല്ലാം കൂടാതെ ബർത്ത്ഡേ പാർട്ടി, ഫാമിലി ഗെറ്റ് ടുഗദർ, ബീച്ച് വെഡ്ഡിങ് ആൻഡ് റിസപ്ഷൻ എല്ലാം നടത്താനുള്ള സൗകര്യങ്ങളും ഉണ്ട്. അപ്പോളേ അടുത്ത ചില്ലിങ് ഡേറ്റ് ഉടൻ സേവ് ചെയ്യല്ലേ. എവിടെ നോക്കിയാലും പച്ചപ്പ്, ഇവിടെ കായൽ, അവിടെ കടൽ. നല്ല വൃത്തിയുള്ള ബീച്ചാണ് കേട്ടോ. അതിന് തിരക്കില്ല, എന്നാൽ നമുക്ക് അത്യാവശ്യം എന്താ ഇറങ്ങി കുളിക്കാനുള്ള അത്രയുള്ള ആഴമുള്ളൂ. നല്ല വൈബാണ്. ഇവിടുത്തെ വേറൊരു അട്രാക്ഷനാണ് കടലിൻ്റെ നടുവിലോട്ടൊരു ബ്രിഡ്ജ്. അടിപൊളിയാണ് കേട്ടോ. ഹോട്ടലിൻ്റെ തൊട്ട് പുറകിലെ വ്യൂ ആണ് കേട്ടോ ഇത്. നമുക്ക് ഒരുപാട് ഡിസ്റ്റൻസിൽ ഇങ്ങനെ ചെറിയൊരു വഴി, നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള വഴി, 2 ഭാഗത്തും വെള്ളം. എല്ലാവരും കൂടെ വന്ന് ഇവിടെ ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കുറിച്ചുകൊണ്ട് അത്യാവശ്യം വർത്താനമൊക്കെ പറഞ്ഞ് ചന്ദ്രനെയൊക്കെ നോക്കി രാത്രി ഇവിടെ ഇങ്ങനെ ഇരിക്കണം. എന്നാ വൈബായിരിക്കും അല്ലേ.